ശബരിമല സ്വർണ്ണ കവർച്ചയിൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. വിശ്വാസികളെ ദ്രോഹിക്കാൻ ബിജെപി അനുവദിക്കില്ല. മന്ത്രി വി എൻ വാസവനെ സംരക്ഷിക്കാൻ സർക്കാർ നോക്കണ്ട. മതേതരത്വം പറയുന്ന ഇടതുമുന്നണിയും വലതുമുന്നണിയും അഴിമതി നടത്തുന്നവരാണ്. വികസിത കേരളം എന്നത് ബിജെപിയുടെ മാത്രം ലക്ഷ്യമാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഇതൊരു തുടക്കമാണ്. ഒരു പുതിയ കേരളം, ഒരു വികസിത കേരളം. ബിജെപിക്ക് മതത്തിനെ കുറിച്ചോ അതിനെക്കുറിച്ച് സംസാരിക്കാനോ അങ്ങനെ ഒരു പ്രതിഷേധം ചെയ്യാൻ ഒരു താല്പര്യമില്ല. ഞങ്ങളുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങളൊരു ദൗത്യം വികസിത കേരളമാണ്. എല്ലാവരുടെ ഒപ്പം, എല്ലാവർക്കും വേണ്ടി. പക്ഷേ അതിന്റെ ഒപ്പം ആരെയും ദ്രോഹിച്ചാൽ, അത് സെന്റ് റീറ്റാസ് കോളേജാണോ, അത് ശബരിമലയാണോ, ഗുരുവായൂരാണോ, അത് മലബാർ ദേവസ്വം ബോർഡാണോ, ദ്രോഹിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ബിജെപി ഉണ്ടാവും. എല്ലാ പ്രവർത്തകരും ഒറ്റക്കെട്ടായിട്ട് ഇവരെ ഞങ്ങൾ എതിർക്കും എന്ന് ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല. ശാലിനി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശാലിനി, ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ബിജെപിയുടെ നേതൃത്വത്തിൽ അതിശക്തമായ പ്രക്ഷോഭമാണ് ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അരങ്ങേറിയത്. വികസിത കേരളമാണ് ലക്ഷ്യം എന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പറയുകയുണ്ടായി. എവിടെയാണോ വിശ്വാസികൾക്കെതിരെ സർക്കാർ നിലപാടെടുക്കുന്നത് അവിടെ ബിജെപി ഉണ്ടാകുമെന്നുള്ള ഉറപ്പും നൽകുകയാണ് അദ്ദേഹം. മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് പ്രക്ഷോഭവേദിയിൽ നിന്ന് അദ്ദേഹം പറഞ്ഞത്? രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പ്രതിഷേധം തുടരുകയാണ്. ഇപ്പോൾ 18ാം മണിക്കൂറിലേക്ക് ബിജെപിയുടെ രാപ്പകൽ സമരം കടന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് സെക്രട്ടേറിയറ്റിന്റെ സൗത്ത് ഗേറ്റിലാണ്. ഇവിടെയും പ്രതിഷേധം ആളിക്കത്തുകയാണ്. ഇനിയിപ്പോൾ അല്പസമയത്തിനകം ഈ പ്രതിഷേധം അവസാനിക്കുകയും ചെയ്യും. ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് ഈ ഒരു പ്രതിഷേധ സമരം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം സൂചിപ്പിച്ച ചില കാര്യങ്ങൾ നിർണായകമാണ്. അതായത് വിശ്വാസികൾക്കൊപ്പം എപ്പോഴും ബിജെപി ഉണ്ടാകും. അത് ഏത് അറ്റം വരെ പോകണമെങ്കിൽ ആ അറ്റം വരെയും പോകാൻ ബിജെപി തയ്യാറാണ്. ശബരിമലയിൽ അടക്കം മതേതരത്വം പറഞ്ഞ ഇടത് വലത് മുന്നണികൾ ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങളെ കട്ടുമുടിക്കുകയാണ്. ശബരിമലയിലെയും മറ്റ് ക്ഷേത്രങ്ങളിലെയും അഴിമതി നടത്താനും സ്വർണം കട്ടെടുക്കാനും മാത്രമാണ് ഈ മുന്നണികൾ ശ്രമം നടത്തിയിട്ടുള്ളത്. മതേതരത്വം അത് മാത്രമാണ്. ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ മാത്രം മതേതരത്വം പറഞ്ഞ് അഴിമതി നടത്തുകയാണ്. മറ്റൊരിടങ്ങളിലേക്കും അവർ പോകുന്നില്ല. എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്. വിശ്വാസികൾക്കൊപ്പം ഏതറ്റം വരെയും ബിജെപി പോകും. അതിനുവേണ്ടി ഏത് തരത്തിൽ വേണമെങ്കിലും പ്രതിഷേധിക്കാനും സമരം ചെയ്യാനും ബിജെപി തയ്യാറാണ് എന്ന സൂചന കൂടി ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ നൽകുകയും ചെയ്യുന്നുണ്ട്. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ മാത്രമല്ല, എം ടി രമേശ്, ഒപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവരും അതുതന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ മാസവും അടുത്ത മാസവും ബിജെപിയുടെ സംരക്ഷണ ജാഥകൾ, വിശ്വാസ സംരക്ഷണത്തിനായി ജാഥകളും ഒപ്പം തന്നെ വിശ്വാസ സംരക്ഷണ സഭകൾ സംഘടിപ്പിക്കുമെന്നുള്ളതാണ് ബിജെപിയുടെ മുതിർന്ന നേതാവും ഒപ്പം തന്നെ ജനറൽ സെക്രട്ടറി കൂടിയ എം ടി രമേശ് ഈ പ്രതിഷേധത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിട്ടുള്ളത്. കൂടാതെ തന്നെ ശോഭാ സുരേന്ദ്രൻ സംസാരിച്ചതും സമാനമായ രീതിയിൽ തന്നെയാണ്. അതായത് വിശ്വാസത്തെ വെച്ച് മുതലെടുപ്പ് നടത്താനാണ് ഇടത് വലത് മുന്നണികൾ ശ്രമിച്ചത്. അത് മുൻ സർക്കാരുകളുടെ കാലത്തും അതേ രീതിയിൽ നടന്നിട്ടുണ്ട്. അതിനി അനുവദിക്കില്ല. മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇറങ്ങാത്തത്, തൻ്റെ മകനെയും മകളെയും അടക്കമുള്ളവരെ ഒരു പക്ഷേ കസേരയിൽ നിന്ന് ഇറങ്ങിയാൽ, അധികാരം പോയാൽ ഇ ഡി അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് തന്നെയാണ് ആ കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നത് എന്നുള്ളൊരു വിമർശനം കൂടി ശോഭാ സുരേന്ദ്രൻ നടത്തുകയും ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സമരഗേറ്റിലാണ്. പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ഉച്ചഭക്ഷണം അടക്കം കഴിഞ്ഞു. സമരത്തിനായി എത്തിയിട്ടുള്ള പ്രതിനിധികൾ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 30 സംഘടനാ ജില്ലകളുടെയും പ്രതിനിധികൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നുണ്ട്. വിവിധ മോർച്ച പ്രവർത്തകരുണ്ട്, സംസ്ഥാന ജില്ലാ നേതാക്കന്മാരുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ബിജെപിയുടെ നേതൃത്വത്തിൽ ക്ലിഫ് ഹൗസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കൂടാതെ തന്നെ ബിജെപിയുടെ മറ്റ് വിഭാഗങ്ങളുടെ, പ്രത്യേകിച്ച് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ യുവമോർച്ചയുടെ പ്രതിഷേധ മാർച്ച് സെക്രട്ടേറിയറ്റിന്റെ കവാടത്തിലേക്ക് എത്തി. അത് പിന്നീട് സംഘർഷത്തിലേക്ക് കലാശിച്ചു. ശേഷം മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. ആ പ്രതിഷേധ മാർച്ചും സമാനമായ രീതിയിൽ സംഘർഷത്തിലേക്ക് കലാശിച്ചൊരു സാഹചര്യമുണ്ടായി. അങ്ങനെ വിവിധ ഇടങ്ങളിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകൾ പ്രതിഷേധവുമായി എത്തുകയാണ്. അതിശക്തമായ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി നടക്കുകയാണ്. ഇപ്പോഴും പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തുന്ന കാഴ്ചകൾ കാണാം. ഒപ്പം തന്നെ പ്രധാനമായും 3 കവാടങ്ങൾ ഉപരോധിച്ചുകൊണ്ടാണ് ബിജെപി സംസ്ഥാന നേതൃത്വം ഈ ഒരു പ്രതിഷേധം നടത്തുന്നത്. ആ 3 ഗേറ്റിലേക്കും ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ എത്തി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നു. പ്രവർത്തകരെ കാണുന്ന കാഴ്ചകൾ കൂടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്ക് ചില സംസ്ഥാന നേതാക്കന്മാരെയും
ജില്ലാ നേതാക്കന്മാരെയും ഒക്കെ കാണും. ഇവരൊക്കെ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിരുന്നു. രാവിലെ മുതൽ തന്നെ എത്തി പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഇന്നലെ മുതൽ തന്നെ ഉറക്കമുളച്ച് ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായ നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രവർത്തകർ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പി കെ കൃഷ്ണദാസ് അടക്കമുള്ള സംസ്ഥാന നേതാക്കന്മാരൊക്കെ ഈ സമരത്തിൻ്റെ തുടക്കം മുതൽ ഇന്നലെ കോരിച്ചൊരിയുന്ന മഴയായിരുന്നു, പേമാരിയായിരുന്നു. ആ മഴയൊക്കെ അവഗണിച്ചുകൊണ്ടും ആ പ്രവർത്തകർ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി എന്നുള്ളതാണ്. ഞാനിപ്പോൾ നമുക്കൊപ്പം പി കെ കൃഷ്ണദാസ് ചേരുകയാണ്. അദ്ദേഹം നമ്മൾക്കൊപ്പം സംസാരിക്കുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രവർത്തകരെത്തി അദ്ദേഹത്തെ കാണാനുള്ള സാഹചര്യത്തിലാണ്. ചേട്ടാ, ഇപ്പോൾ സമരം തുടരുകയാണ്. ഏകദേശം 15 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. അണയാത്ത സമരാഗ്നി എങ്ങനെ നോക്കുന്നു? ഇത് അണയാത്ത സമരാഗ്നി തന്നെയാണ് ഈ ഇന്നലെ മുതൽ ഭാരതീയ ജനതാ പാർട്ടി സംഘടിപ്പിച്ച ഉപരോധ സമരം. ഇത് ഞങ്ങൾ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സെക്രട്ടേറിയറ്റിനകത്തുള്ള ആലിബാബയെയും 19 കള്ളന്മാരെയും കുടിയിറക്കാതെ ഈ സമരം അവസാനിക്കില്ല.